മൂടൽമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നു. ദുരാത്മാക്കളുടെ പോക്കുവരവുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ പ്രേതാലയത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയൊക്കെയോ മിനി സ്ക്രീനിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ 9 പേർ ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അരുന്ധതി ആശുപത്രിയിൽ. ടാസ്ക് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യും. ചുമ്മാ പേടിപ്പിക്കുന്നു. അവിടെ രക്ഷപ്പെടാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. പവർഡ് ബൈ എയ്സ്മൺ. അരൂപികളെ കൺമുന്നിൽ കണ്ടതുപോലെ നിലവിളിക്കുകയാണ് മേഘം. മേഘ ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം അവിടെ ചില ട്രാപ്പുകളോ അല്ലെങ്കിൽ കുഴികളോ അങ്ങനെ പലതും കാണാൻ സാധ്യതയുണ്ട്. പഴയ കൊട്ടാരമല്ലേ. മേഘ ഞാൻ വിചാരിച്ച പോലെ അല്ല. കാരണം ഞാൻ വിചാരിച്ചത് മേഘ ആക്ച്വലി നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ളത്. എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാം പോയല്ലോ. ഇനി അങ്ങോട്ട് റൂമുണ്ടോ? എനിക്ക് ലൈറ്റ് ഒന്ന് കാണാൻ വയ്യന്നേ. അയ്യോ, ഞാൻ കുഞ്ഞിനെ നോക്കിട. എടാ ചാരങ്ങളൊന്നും വന്ന് കത്തിച്ചതാ മാസ്റ്റർ. അയ്യോ അമ്മേ. ഡോർ ക്ലോസ് ആയി. പുറത്തേക്ക് പോവാൻ പറ്റും. അമ്മേ അമ്മ എന്നെ കൊണ്ടുപോവായോ? ഞാൻ പോവാ. വയ്യ. എനിക്ക് എന്റെ നേരിൽ തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. അയ്യോ, നിങ്ങൾ എനിക്കൊന്ന് ടോർച്ച് കത്തിച്ചതാ പ്ലീസ്. മേഘ ഇപ്പൊ കറക്റ്റ് റൂമിലാണ്. ജസ്റ്റ് എന്തോന്നായിട്ടേ ഉള്ളു. മാസ്റ്റർ 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 നിർത്തേണ്ട. എനിക്ക് പേടിയാവുന്നു മാസ്റ്റർ. എനിക്ക് ഇത്
കത്തിച്ചു തരുമോ? എനിക്ക് BP ലോയാവുന്നുണ്ട്. എനിക്ക് വയ്യ. എനിക്ക് BP ലോയാവുന്നുണ്ടെന്ന് വരുവാണെങ്കിൽ എനിക്ക് പ്രഷർ ലോയാണ്. എനിക്ക് വയ്യ. ലെവിൻ ഓൾറെഡി പറയുന്നുണ്ട് BP ലോ ആവുമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ടോർച്ചൊന്ന് കത്തിച്ചു തന്നാ മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ടെൻഷൻ അടിക്കണം. അയ്യോ അയ്യോ, നിങ്ങൾ എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് കേട്ടൂടെ? നിങ്ങൾക്ക് പറഞ്ഞാ കേട്ടൂടെ? നിങ്ങൾ പറയണത് ഞാൻ കേൾക്കണില്ലേ? അയ്യോ അയ്യോ. നമുക്ക് അവസാന നാളിൽ അവസാനത്തെ ആളായി എത്തിയ എൻ്റെ 10ാമത്തെ കരു ധന്യമേരി. ലെറ്റ്സ് സീ ധന്യമേരിയുടെ അവസ്ഥ എന്താണെന്ന്. സമയം രാത്രി 1 മണി. ലെവിൻ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? ലെവിൻ, ധന്യയുടെ ടാസ്ക് അല്ലേ? ധന്യയുടെ ടാസ്ക് ഒരു ഡയറിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ലൈക്ക് പാമ്പിൻ കുറ്റിൽ നിന്നും ഒരു നിധി കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാം ദിവസം കയറിയ റെനീഷ. സമയം രാത്രി 2 മണിയോടടുക്കുമ്പോൾ എന്തു പറ്റിയെന്നറിയുന്നു. രാജ്ഞിയുടെ ഉടയാടകളും ആഭരണങ്ങളും അവൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ലെറ്റ്സ് സീ. തുണി കിട്ടി, പക്ഷെ അതില് ആഭരണപ്പെട്ടി. ഇവിടെ ഒന്നുമില്ലല്ലേ? ആ, പെട്ടി പെട്ടി. അല്ലാ, പെട്ടി. ശ്രമിക്കുന്നുണ്ട് കേട്ടോ,
ശ്രമിക്കുന്നുണ്ട് കുട്ടി. റനീഷ ശ്രമിക്കുന്നുണ്ട്. മാസ്റ്റർ എന്റെ കൂടെ എന്തോ വരണു. നിമിഷ നല്ല പേടിക്കാനുണ്ടല്ലോ ലെവിൻ. നല്ല പേടിച്ചിട്ടുണ്ടല്ലോ. ഇതാണോ പുറത്തേക്കുള്ള വാതിലത്? എന്റെ കയ്യിൽ എന്തോ കാഷ്ടം. എന്തിന്റെയോ അപ്പി വീണു. മാസ്റ്റർ എന്തിന്റെയോ അപ്പി വീണു എന്റെ കയ്യില്. മാസ്റ്റർ അത് വരാം. മാസ്റ്റർ എന്റെ കയ്യിൽ എന്തോ കാഷ്ടിച്ചു. എന്റെ കയ്യിൽ എന്തോ കാഷ്ടിച്ചു. കണ്ണാടി മുറി. ഇവിടെ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. മാസ്റ്റർ എനിക്ക് മാസ്റ്റർ എനിക്ക് മാസ്റ്റർ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റനീഷയുടെ ടാസ്ക് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യും. ചുമ്മാ പേടിപ്പിക്കുന്നു. ഒന്നാം ദിവസം രാത്രി 2 മണിയാകുമ്പോൾ എന്റെ ആദ്യത്തെ കരുവായി കൊട്ടാരത്തിനകത്ത് കയറിയ അമൃത നായർ ടാസ്ക് എത്രത്തോളം പൂർത്തിയാക്കിയെന്നു. ഹലോ 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 ഈ തൊണ്ടാരക്കാലൻ. ഹലോ ഹലോ മാസ്റ്റർ. ഹലോ ഇനി എങ്ങോട്ടാ? ഇനി പുറത്തിറങ്ങാനല്ലേ മാസ്റ്റർ? മാസ്റ്റർ എന്തെങ്കിലും ഇത് വാത്തോടുത്ത് പറ. ഹലോ ഹലോ പ്ലീസ് മാസ്റ്റർ. ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമോ? അമൃത ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. വിളക്കത്തിക്കാൻ എന്നോട് പറഞ്ഞത്. ഓക്കെ. കൊട്ടാരത്തിനകത്ത് കടന്നതിന് ശേഷം പൂജാമുറി എവിടെയാണ് എന്ന് കണ്ടെത്തുക. അവിടെ വിളക്കുകൾ ഉണ്ടാകാം.
ഈ വിളക്കിൽ നിന്നും ഏറ്റവും വലിയ വിളക്കെടുത്ത് തുടച്ച് കയ്യിൽ കരുതിയിരിക്കുന്ന എണ്ണയും തിരിയും ഇട്ട് തെളിയിച്ച് കൊട്ടാരത്തിന് പുറത്തേക്ക്. അവിടുത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വല്ലാതെ ഭയപ്പെട്ടു പോയല്ലോ. അവിടെ രക്ഷപ്പെട്ടു പോയല്ലോ. ഹലോ കൊളുത്തിയ നിലവിളക്കുമായി കൊട്ടാരത്തിന് പുറത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു അമൃത നായർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. പറഞ്ഞ രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ അമൃതയ്ക്ക് സാധിച്ചിട്ടില്ല. സോ അമൃതയുടെ ടാസ്ക് വാസ് പാർഷ്യലി ഇൻകംപ്ലീറ്റ്, അഥവാ പകുതി പൂർത്തിയായ അവസ്ഥയിലാണ്. രണ്ടാം ദിവസം സമയം രാത്രി 1:30. പ്രേക്ഷകരുടെ ഐശ്വര്യ റായ് എന്ന് വിളിപ്പേരുള്ള അമൃത സജുവിന് എന്ത് സംഭവിച്ചു? മരപ്പാവയെ തൊട്ടിലിൽ കിടത്തി വരുവാൻ അവൾക്ക് കഴിഞ്ഞോ? നോക്കാം. മാസ്റ്റർ ടാസ്ക് ഒരു മരപ്പാവ, ചുവരിൽ തൂക്കിയിരിക്കുന്ന ഒരു മരപ്പാവയുണ്ട്. ഈ മരപ്പാവ എടുത്തിട്ട് തൊട്ടിലുള്ള റൂം കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മരപ്പാവയെ തൊട്ടിൽ കിടത്തണം. പ്രേതങ്ങൾ അധിവസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഭാർഗവി നിലയത്തിൽ അവർ ഇനി 8 കരുക്കൾ. അരുന്ധതിയും അമൃതയും കൊട്ടാരത്തിന് പുറത്തു വന്നു കഴിഞ്ഞു.